ഇന്നല്ലദീന യഖ്ശൗന റബ്ബഹും ബിൽ ഗൈബ് ലഹും മഗ്ഫിറത്തും വഅജ്റുൻ കബീർ. തങ്ങളുടെ രക്ഷിതാവിനെ അദൃശ്യ നിലയിൽ ഭയപ്പെടുന്നവരാരോ അവർക്ക് പാപമോചനവും വലിയ പ്രതിഫലവുമുണ്ട്. ഈ ആയത്ത് മനോഹരമായൊരു വാഗ്ദാനമാണ്. ആളില്ലാത്തപ്പോഴും ആരും കാണാത്തപ്പോഴും ഹൃദയത്തിൽ അള്ളാഹുവിനെ ഓർക്കുന്നവർക്കാണ് ഈ വാഗ്ദാനം. ബിൽ ഗൈബ് എന്നാൽ അദൃശ്യത്തിലും എന്നാണ് അർത്ഥം. അത് രണ്ട് കാര്യങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഒന്ന്, നാം അള്ളാഹുവിനെ കാണുന്നില്ലെങ്കിലും അവനെ ഭയപ്പെടുക. രണ്ട്, ആരും കാണാത്തപ്പോഴും നല്ലതിൽ നിലകൊള്ളുക. യഖ്ശൗന എന്നത് വെറും പേടിയല്ല, അത് ആദരവോട് കൂടിയ ഭയമാണ്. തെറ്റിൽ നിന്ന് പിന്തിരിച്ച് സത്യത്തിലേക്ക് നയിക്കുന്ന ഭയം. ആളുകൾ മുന്നിലുണ്ടെങ്കിൽ നല്ലവനാകുന്നത് എളുപ്പമാണ്. പക്ഷെ യഥാർത്ഥ വിശ്വാസം തെളിയുന്നത് നാം ഒറ്റയ്ക്കായിരിക്കുമ്പോഴാണ്. അള്ളാഹുവിനെ കാണാനാവില്ല, പക്ഷെ അവനെല്ലാം കാണുന്നവനാണ്. ആ അറിവാണ് ഹൃദയത്തെ ശുദ്ധമാക്കുന്നത്, തെറ്റിലേക്ക് നീളുന്ന പാദങ്ങളെ അടക്കി നിർത്തുന്നത്. അള്ളാഹു പറയുന്നു, അങ്ങനെ ജീവിക്കുന്നവർക്കാണ് മഗ്ഫിറത്തും വഅജ്റുൻ കബീർ. അത് ചെറിയ പ്രതിഫലമല്ല, അത്ഭുതകരമായൊരു സമ്മാനമാണ്, സ്വർഗം. അതിനാൽ നമുക്ക് നമ്മളോട് തന്നെ ചോദിക്കാം, ആരും കാണുന്നില്ലെന്ന് കരുതുമ്പോഴും ഞാൻ എന്താണ് ചെയ്യുന്നത്? അള്ളാഹു എന്നെ കാണുന്നുണ്ടെന്ന് ഞാൻ ഓർക്കുന്നുണ്ടോ? അതാണ് യഖ്ശൗന റബ്ബഹും ബിൽ ഗൈബ് എന്നതിന് യഥാർത്ഥ അർത്ഥം. ഒറ്റയ്ക്കായിരിക്കുമ്പോഴും റബ്ബിനെ ഓർത്ത് ഹൃദയത്തിൽ അവന്റെ മഹത്വം നിറയ്ക്കുക. അങ്ങനെ ജീവിക്കുന്നവർക്കാണ് അള്ളാഹുവിന്റെ മാപ്പും സ്വർഗവും ഉറപ്പായിരിക്കും.